എന്റെ കണ്ണ് നിറച്ച സംഭവമാണ്. ഒരു പാകിസ്ഥാനി ഡോക്ടറുണ്ട്, ഇഷാൻ അഹമ്മദ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ലോകത്തെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ഫ്ലൈറ്റിൽ യാത്രയാണ്. കാലാവസ്ഥയുടെ കുറെ പ്രശ്നങ്ങൾ കാരണം ഫ്ലൈറ്റ് എവിടെയോ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാണ്. അപ്പൊ പുള്ളി വിമാനത്തിന്റെ അധികൃതരോട് സംസാരിച്ചു, എനിക്ക് ഇന്ന കോൺഫറൻസിന് പോകാനാണ്. അങ്ങനെ ഒരു ടാക്സി ഏർപ്പാടാക്കി പുള്ളി പോവുകയാണ്. പക്ഷെ ടാക്സി നിന്ന് പോകേണ്ട ഒരവസ്ഥ വന്നു. കാലാവസ്ഥ വളരെ രൂക്ഷമായി. മൊബൈലിലാണ് ആരെയും വിളിക്കാനായിട്ട് റേഞ്ചും ഇല്ല. അങ്ങനെ തൊട്ടടുത്തൊരു കൂര ഉണ്ട്. പുള്ളി കൂര എടുത്ത് പോയപ്പോൾ ഒരു ഉമ്മ നമസ്കരിക്കുകയാണ്. ഉമ്മയുടെ തൊട്ടടുത്തൊരു മോനും കിടപ്പുണ്ട്. നമസ്കാരത്തിന് ശേഷം ഷാൻ അഹമ്മദ് ചോദിച്ചു, തനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം വേണം. വെള്ളം കുടിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, ഉമ്മ ഈ കിടക്കുന്ന ആരാണ്? പറയാണ്, ഇതെന്റെ പേരക്കുട്ടിയാണ്. ഇവന്റെ ഉമ്മയും പാപ്പയും ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഇവനൊരു മാറാ രോഗം പിടിപെട്ട് ഇവനെ ഞാൻ എല്ലായിടത്തും കൊണ്ട് ചികിത്സിച്ചു. നിറയെ പൈസ, എന്റെ കയ്യിലുള്ള പൈസ മുഴുവനും ഞാൻ ചെലവാക്കി. പക്ഷെ ഇവന്റെ രോഗം മാറുന്നില്ല. കൊണ്ടുപോകാൻ പറ്റുന്നിടത്തെല്ലാം കൊണ്ടുപോയി, രോഗം മാറുന്നില്ല. അപ്പൊ നാട്ടുകാർ പറയുന്നുണ്ട്, തെക്കൻ പാകിസ്ഥാനിൽ ഡോക്ടറുണ്ട്, പ്രഗത്ഭനായ ഒരു ഡോക്ടറുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ ഇവന്റെ രോഗം മാറിയേക്കാം. പക്ഷെ അദ്ദേഹത്തിനെ കാണാനായിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി നീ കുറെ നാൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന്. അയാളപ്പോ ചോദിക്കുകയാണ്, എന്താ ഉമ്മ ഡോക്ടറിന്റെ പേര്? അപ്പൊ ഉമ്മ പറയാണ്, ഇഷാൻ അഹമ്മദ്. അയാൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ പൊട്ടിക്കരയുന്നു? ഉമ്മ, നിങ്ങൾ അന്വേഷിക്കുന്ന ഇഷാൻ അഹമ്മദ് ഞാൻ തന്നെയാണ്. എവിടെയോ എത്തേണ്ട എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ നാട്ടിലെ ഈ കൂരയിലെത്തിച്ചത്. ചില പ്രാർത്ഥനകൾ അങ്ങനെയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മൾ ആഗ്രഹിച്ചതിലും അപ്പുറം നമ്മുടെ കൺമുന്നിൽ എത്തിച്ചേരും.